Hi everyone, welcome back. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ ഒരു മാവൻ പ്രോജക്റ്റ് എക്ലിപ്സിൽ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ മാവന്റെ പ്ലഗിൻ എങ്ങനെ എക്ലിപ്സിലേക്ക് ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ വിൻഡോസ് 10ലേക്ക് എങ്ങനെയാണ് മാവൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്സ് ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ തേർഡ് സ്റ്റെപ്പാണ് ഒരു മാവൻ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പോൾ എക്ലിപ്സിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ രണ്ട് ടേംസ് ഇതിനകത്ത് ഫെമിലറൈസ് ചെയ്യാനുണ്ട്. ഒന്ന് ഗ്രൂപ്പ് ഐ ഡി, പിന്നെ ഒന്ന് ആർട്ടിഫാക്ട് ഐ ഡി. കാരണം ഇത് രണ്ടും കൊടുത്തിട്ടാണ് നമ്മളൊരു മാവൻ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ കൺഫ്യൂസ്ഡ് ആവണ്ടല്ലോ. അതിന് മുന്നേ നമുക്ക് എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നോക്കിയിട്ട് എക്ലിപ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഗ്രൂപ്പ് ഐ ഡി എന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റ് ഗ്രൂപ്പിന്റെ പേരാണ്. ഓക്കെ, ഇനി ആർട്ടിഫാക്ട് ഐ ഡി എന്ന് പറയുന്നത് ആ പ്രോജക്റ്റിന്റെ പേരാണ്. ഓക്കെ, അപ്പൊ അതിനൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാം. ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക എക്സാമ്പിൾ ആയിട്ട്. അപ്പൊ ഇതിന്റെ അകത്ത് ആർട്ടിഫാക്ട്സ് എന്ന് പറയുന്നത് ഈ സബ് മൊഡ്യൂൾസ് ആണ്. ഈ കാണുന്ന ഓരോ മൊഡ്യൂളുകളെയും നമ്മൾ ആർട്ടിഫാക്ട്സ് എന്ന് നമുക്ക് പറയാം. ഇനി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആ കംപ്ലീറ്റ് ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. അതായത് ഇത് പല മൊഡ്യൂളുകളായിട്ട് പല ടീമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും ഓരോന്നും ഡെവലപ്പ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് ഡോക്ടർ കൺസോൾ എന്ന് പറഞ്ഞൊരു മൊഡ്യൂളിലാണെങ്കിൽ അതാണ് എന്റെ പ്രോജക്റ്റ്. പക്ഷെ എന്റെ പ്രോജക്റ്റ് HMS എന്നുള്ള ഒരു പ്രോജക്റ്റ് ഗ്രൂപ്പിന്റെ പാർട്ടാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് HMSഉം എന്റെ ആർട്ടിഫാക്ട് എന്ന് പറയുന്നത് ഡോക്ടർ കൺസോളും ആയിരിക്കും. അതുപോലെ തന്നെയാണ് ബാക്കി മൊഡ്യൂൾസും. അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് മൊഡ്യൂളിൽ വർക്ക് ചെയ്യുന്നവരുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റും അവരുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് HMS തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഗ്രൂപ്പ് ഐ ഡി നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നതിന് ഒരു ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഫോളോ ചെയ്യുന്നത് ജാവ പാക്കേജിന്റെ നെയിമിംഗ് റൂൾസ് ആണ്, നെയിമിംഗ് കൺവെൻഷൻസ് ആണ്. അപ്പൊ അതിന് മെയിൻ ആയിട്ടുള്ള 3 റൂൾസ് എന്തൊക്കെയാ നമുക്ക് നോക്കാം. അതായത് എപ്പോഴും ഇത് ലോവർ കേസിലായിരിക്കണം. ദ നെയിം ഷുഡ് ഓൾവേസ് ബി ഇൻ ലോവർ കേസ്. ഓക്കെ, പിന്നെ ഇത് നമ്മൾ സെപ്പറേറ്റ് ഓരോ ടേമും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് ഡോട്ട് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, പീരീഡ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി നെയിം ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ കമ്പനി ഓർ ഓർഗനൈസേഷൻ നെയിം. അതായത് ഇപ്പോ അപ്പാച്ചയുടെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അപ്പാച്ച ഒരു ഓർഗനൈസേഷൻ ആണ് അല്ലെ. അപ്പൊ എപ്പോഴും അതിന്റെ എല്ലാ ഡിപ്പെൻഡൻസീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഓർഗ് വെച്ചിട്ടായിരിക്കും. കാരണം അത് ഓർഗനൈസേഷൻ ആയതുകൊണ്ടാണ്. ഇനി കമ്പനി ആണെങ്കിൽ നിങ്ങൾക്ക് കാണാം കോം വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ കമ്പനി ആണോ ഓർഗനൈസേഷൻ ആണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ അതിന്റെ ഡൊമൈൻ നെയിം നോക്കിയിട്ടാണ് ഈ ടേം ഫസ്റ്റ് നെയിം നമ്മൾ സ്പെസിഫൈ ചെയ്തത്, ഫസ്റ്റത്തെ ടേം നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ഇനി അതിന്റെ ഓർഡർ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് റിവേഴ്സ്ഡ് ഡൊമൈൻ നെയിം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോം ആണെങ്കിൽ കമ്പനി ആണെങ്കിൽ നമ്മൾ കോം എന്ന് യൂസ് ചെയ്യും, ഓർഗനൈസേഷൻ ആണെങ്കിൽ ഓർഗ് എന്ന് യൂസ് ചെയ്യും. അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ആണ് മാനേജ് ചെയ്യുക, പക്ഷെ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് ബിസിനസ്സുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്താണോ ആ ഡൊമൈൻ നെയിം എന്നുള്ളത് അതെടുത്ത് കൊടുക്കാം. ദെൻ നേരത്തെ പറഞ്ഞ പോലെ പീരീഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഡോട്ട് ആണ് യൂസ് ചെയ്യുന്നത് ടേംസ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞാൽ കമ്പനിയുടെ പേര് കൊടുക്കാം, വീണ്ടും ഡോട്ട് യൂസ് ചെയ്യാം, പ്രോജക്ട് ഗ്രൂപ്പിന്റെ പേര് കൊടുക്കാം. ഇവിടെ ഞാൻ 2 എക്സാമ്പിൾ വെച്ചിരിക്കുന്നത് അപ്പാച്ചെ കമ്പനിയുടെ നമ്മുടെ മാവന്റെ തന്നെ എക്സാമ്പിൾ ആണ്. ഒന്ന് ഓർഗ് എന്നുള്ളത് ഈ മാവൻ ഒരു ഓർഗനൈസേഷൻ ആയതുകൊണ്ട് ഓർഗ് എന്നാണ്, ഡോട്ട് അപ്പാച്ചെ എന്നുള്ളതാണ് ആ കമ്പനി നെയിം, പിന്നെ മാവൻ ആണ് പ്രോജക്ട് ഗ്രൂപ്പിന്റെ പേര്. അതുപോലെ തന്നെ കോമൺസ് എന്നുള്ള ഒരു പ്രോജക്ട് ഗ്രൂപ്പ് ആണ്, ബാക്കിയെല്ലാം സെയിം തന്നെ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ് ഐ ഡിയിലെ നെയിമിംഗ് റൂൾസ് ഫോളോ ചെയ്യേണ്ടത്. ഇനി ഇവിടെ നമ്മുടെ എക്സാമ്പിൾ ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഗ്രൂപ്പ് ഐ ഡിയും ആർട്ടിഫാക്ട് ഐ ഡിയും ഇതുപോലെ ആയിരിക്കും നമ്മൾ എഴുതേണ്ടത്. കാര്യം കോമൺ എന്നുള്ളതാണ് കമ്പനി, ഞാൻ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ആപ്ലിക്കേഷൻ ആണ്, ഒരു കമ്പനിയാണ്. അപ്പോൾ കോം ഡോട്ട് എന്നാണ് ഞാൻ എഴുതുക. ഇനി ആ കമ്പനിയുടെ പേര് എഴുതണം. സ്മാർട്ടെക് എന്നുള്ള കമ്പനിയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ സ്മാർട്ടെക് ആ കമ്പനിയുടെ പേര് എഴുതി, ഡോട്ട് എന്താണോ പ്രോജക്ട് ഗ്രൂപ്പിന്റെ പേര് അതാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ HMS എന്ന് ഞാൻ കൊടുത്തു. ഇനി ഞാൻ വർക്ക് ചെയ്യുന്നത് ഏത് പ്രോജക്റ്റ് ആണോ ഏത് മൊഡ്യൂളിലാണോ അതാണ് എന്റെ ആർട്ടിഫാക്ട് എന്ന് പറയുന്നത്. ഡോക്ടർ കൺസോളിലാണെങ്കിൽ ഡോക്ടർ കൺസോൾ, അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് ആണെങ്കിൽ അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്, അങ്ങനെ ഏതാണോ എന്റെ മൊഡ്യൂള് അതായിരിക്കും എന്റെ പ്രോജക്റ്റ് നെയിം എന്ന് പറയുന്നത്. അതാണ് ആർട്ടിഫാക്ട് ഐ ഡി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ് ഐ ഡിയും ആർട്ടിഫാക്ട് ഐ ഡിയും മാവൻ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്പെസിഫൈ ചെയ്യേണ്ടത്. ഇനി 2 എക്സാമ്പിൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, ഇൻ കേസ് നിങ്ങൾക്ക് ഇനിയും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോജക്റ്റുകളെല്ലാം തന്നെ നമുക്ക് ഡിപ്പെൻഡൻസീസ് ആയിട്ട് വേറെ പ്രോജക്റ്റിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ അതിന്റെ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത ഗ്രൂപ്പ് ഐ ഡിയും ആർട്ടിഫാക്ട് ഐ ഡിയും വേർഷനും കൂടി വെച്ചിട്ടായിരിക്കും
എന്താണ് ഡിപ്പെൻഡൻസി എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഫോർമാറ്റിലായിരിക്കും നിങ്ങൾ ഡിപ്പെൻഡൻസീസ് എല്ലാം തന്നെ കാണാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ഏത് യൂട്ടിലിറ്റി നിങ്ങൾക്ക് ഇപ്പോൾ PDF ബോക്സ് ആണ് ഇവിടെ ഞാൻ എക്സാമ്പിൾ എടുത്തിരിക്കുന്നത് ആദ്യത്തത്. അപ്പൊ PDF ബോക്സ് എന്ന് വെച്ചാൽ നമുക്ക് PDF ക്രിയേറ്റ് ചെയ്യാനും PDF എന്തെങ്കിലും ചേഞ്ചസ് മോഡിഫിക്കേഷൻസ് ചെയ്യാൻ എന്ത് ഓപ്പറേഷൻസ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജാവയുടെ ജാർ ഫയലാണ്, ജാവ ലൈബ്രറി ആണ് എന്ത് PDF ബോക്സ്. അത് ജാർ ഫയലായിട്ട് അവൈലബിൾ ആണ്. നമുക്ക് ഡിപ്പെൻഡൻസി ആയിട്ട് മാവൻ പ്രോജക്റ്റിലേക്ക് നമുക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ അതിന്റെ രണ്ട് ഡിപ്പെൻഡൻസി ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് അതിന്റെ ഗ്രൂപ്പ് ഐഡി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പാച്ചെ കമ്പനി ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ org.apache.pdf ബോക്സ് എന്നുള്ളതാണ് പ്രോജക്റ്റ് ഗ്രൂപ്പിന്റെ പേര്. ഓക്കെ, ഇനി അതില് PDF ബോക്സ് എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റ് ആണ് ആദ്യം നിങ്ങൾ കാണുന്നത് artifactId. ഇനി PDF ബോക്സിന്റെ ടൂൾസ് ആണ് നിങ്ങൾ രണ്ടാമത് കാണുന്ന പ്രോജക്റ്റ്. പക്ഷെ അതിന്റെയും ഗ്രൂപ്പ് ഐഡി സെയിം തന്നെയാണ്, അതായത് പ്രോജക്റ്റ് ഗ്രൂപ്പ് സെയിം തന്നെയാണ്. അതാണ് ഈ ഡിപ്പെൻഡൻസിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ ഞാൻ വെച്ചിട്ടുണ്ട്. എക്സൽ യൂട്ടിലിറ്റി എക്സലിന്റെ എല്ലാ ഓപ്പറേഷൻസ് മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ജാവ ലൈബ്രറി ആണ് അപ്പാച്ചെ പോയി. അപ്പൊ അതിന്റെയും org.apache.py അതാണ് പ്രോജക്റ്റ് ഗ്രൂപ്പിന്റെ പേര്. ഇനി അതിൽ artifactId എന്ന് പറയുന്നത് വേണമെങ്കിൽ അത് തന്നെ നമുക്ക് ഡയറക്റ്റ് വെക്കാം, അല്ല അതിന്റെ കൂടെ എന്തെങ്കിലും ഓപ്പറേഷൻസ് എന്തെങ്കിലും പെർട്ടിക്കുലർ ഒരു മൊഡ്യൂൾ ആണെങ്കിൽ ആ പേര് ഇവിടെ കൊടുക്കും. ഇവിടെ ഡയറക്റ്റ് ഇതിൽ തന്നെ കുറച്ച് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് artifactId പോയി എന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇത് സെയിം തന്നെ, ഗ്രൂപ്പ് ഐഡി അത് തന്നെ. അതിന്റെ ഒരു പാർട്ട് അടുത്ത പ്രോജക്റ്റ് ആണിത്. pom.xml സ്കീമാസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഈ പ്രോജക്റ്റിനുള്ളിലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതിന് artifactId ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി എക്സാമ്പിൾസ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എക്ലിപ്സിൽ പോയിട്ട് ഒരു മാവൻ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഇതിന് നിങ്ങൾ ചെയ്യാനുള്ളത് ഫസ്റ്റ് ഫയൽ ക്ലിക്ക് ചെയ്യുക, എക്ലിപ്സ് ഓപ്പൺ ചെയ്തിട്ട് ന്യൂ, ഇവിടെ അതർ എന്നുള്ളൊരു ടാബ് ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മാവൻ ഫോൾഡർ ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, മാവൻ ഫോൾഡർ കാണാം. ഇനി കണ്ടില്ലെന്നാണെങ്കിൽ ഇവിടെ മേളിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം, മാവൻ എന്ന് ടൈപ്പ് ചെയ്താൽ അത് ലിസ്റ്റ് ചെയ്യും. അതിൽ ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ, ഈ തേർഡ് ഓപ്ഷൻ ഉണ്ട്, മാവൻ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യാം, നെക്സ്റ്റ് കൊടുക്കുക. ഇതിൽ ക്രിയേറ്റ് എ സിമ്പിൾ പ്രോജക്റ്റ് എന്നുള്ള ഈ ചെക്ക് ബോക്സ് സെലക്ട് ചെയ്തേക്കാം, നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ എത്തുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പ് ഐഡിയും artifactId നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൊടുത്താലേ നമുക്ക് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഒരു ആർട്ടിഫാക്ട് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു മൊഡ്യൂൾ എടുത്തിട്ട് അതിന്റെ പ്രോജക്റ്റ് ആണ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എഴുതാണ്. കോം എന്നുള്ളത് കാര്യം കമ്പനിയാണ്. ഓക്കെ, കമ്പനി ആയിട്ടാണ്, അതുകൊണ്ടാണ് കോം എന്ന് എഴുതുന്നത്. ഓർഗനൈസേഷൻ ആണെങ്കിൽ ഓർഗ് എന്ന് എഴുതണം. ഇനി സ്മാർട്ടെക് എന്നുള്ള കമ്പനി, അതിന്റെ പേര് സ്മാർട്ടെക് എന്നാണ് ആ കമ്പനിയുടെ പേര്. അപ്പൊ ഞാൻ ആ പേര് കൊടുക്കാണ്. എന്റെ പ്രോജക്റ്റ് ഗ്രൂപ്പിന്റെ പേര് HMS എന്നാണ്. ഓക്കെ, ഇനി ഞാൻ ഞാൻ വർക്ക് ചെയ്യുന്ന പ്രോജക്റ്റ് അല്ലെങ്കിൽ ഞാൻ എവിടെയാണോ ഏത് മൊഡ്യൂൾ ആണോ ഡെവലപ്പ് ചെയ്യുന്നത് അതാണ് എന്റെ artifactId എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് ഒരു ഡോക്ടർ കൺസോൾ എന്നൊരു മൊഡ്യൂൾ അതിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ Dr_console എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, കൺസോൾ എന്ന് കൊടുത്തു. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഫിനിഷ് ചെയ്യാം. വേറെ ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മാവൻ പ്രോജക്റ്റ് ക്രിയേറ്റ് ആവും. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം ഡോക്ടർ കൺസോൾ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ആയി. ഞാൻ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, അപ്പൊ നമ്മൾ artifactId എന്താണോ കൊടുത്തത് അതാണ് പ്രോജക്റ്റിന്റെ നെയിം ആയിട്ട് ഇവിടെ പാക്കേജ് എക്സ്പ്ലോററിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ ഗ്രൂപ്പിന്റെ ഐഡി അല്ല, ഗ്രൂപ്പ് ഐഡി നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതല്ല കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു മാവൻ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു pom.xml ഫയൽ ഉണ്ടാവും. ഇതൊന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം നിങ്ങൾ കൊടുത്ത ഗ്രൂപ്പ് ഐഡിയും artifactId കണ്ടോ. ഗ്രൂപ്പ് ഐഡി എന്ന് പറയുന്നത് ഞാൻ കൊടുത്ത ഫോർമാറ്റിൽ com.smarttech.hms എന്ന് പറഞ്ഞ് കൊടുത്തു. artifactId എന്ന് പറയുന്നത് ഡോക്ടർ കൺസോൾ എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കും. അപ്പൊ ഇങ്ങനെയാണ് ഒരു മാവൻ പ്രോജക്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇനി ഇത് നമുക്ക് ഡിപ്പെൻഡൻസി ആയിട്ട് ഇപ്പൊ ഈ പറഞ്ഞ ഈ 3 കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ ആഡ് ചെയ്ത ഗ്രൂപ്പ് ഐഡിയും artifactId പിന്നെ ഡിഫോൾട്ട് വേർഷൻ 0.0.1 ആയിരുന്നു. അപ്പൊ ഈ ഡിഫോൾട്ട് വേർഷനും ഇതും ഈ 3 സംഭവങ്ങൾ എല്ലാം കൂടെ എടുത്തിട്ടാണ് നമ്മൾ ഡിപ്പെൻഡൻസി ആയിട്ട് വേറൊരു പ്രോജക്റ്റിലേക്ക് എനിക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് വിചാരിക്കും. ഇതിലെ കുറച്ച് ഫീച്ചേഴ്സ് എനിക്ക് അടുത്ത പ്രോജക്റ്റ്, അതായത് ഇപ്പോൾ ഒരു അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റോ അല്ലെങ്കിൽ നഴ്സിംഗ് മാനേജ്മെന്റ് ഇതിലേതെങ്കിലും ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ എനിക്ക് ഇത് ഡിപ്പെൻഡൻസി ആയിട്ട് അടുത്ത പ്രോജക്റ്റിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് മാവൻ പ്രോജക്റ്റ് ക്രിയേഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ഡിപ്പെൻഡൻസീസ് പ്രോജക്റ്റിലേക്ക് ആഡ് ചെയ്തിട്ട് അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. ഓക്കെ,
അപ്പോൾ താങ്ക് യു ഫോർ യുവർ ടൈം ആൻഡ് ബൈ.